പൊതുവെ എല്ലാവർക്കും ഈ സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൗൺസിലിങ്ങിനെ കാണിക്കുന്നു പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും സൈക്കാട്രിസ്റ്റിനെ എനിക്ക് എന്താ വട്ടാണോ എന്ന് ചോദിക്കും. ആക്ച്വലി വട്ടുള്ളവരല്ലല്ലോ സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത്. ഡോക്ടറിന് അതിനെ പറ്റി എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും. കാരണം മെൻ്റൽ ഹെൽത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ഒട്ടും അവെയറല്ല. നമുക്ക് പക്ഷേ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര അവെയറാണ്. കാരണം നമുക്കറിയാം ബോഡി ഫിറ്റായിട്ട് കീപ്പ് ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് കംപ്ലീറ്റ്ലി മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ മെൻ്റൽ ഹെൽത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുന്നത് വെച്ചാൽ മെൻ്റൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ നമുക്ക് സൈക്കോളജിക്കലി ഇച്ചിരി മെൻ്റൽ ഇൽനെസ്സിനെയാണ് മെൻ്റൽ ഹെൽത്തായിട്ട് നമ്മൾ കാണുന്നത്. ആക്ച്വലി മെൻ്റൽ ഇൽനെസ് ഉണ്ടോയെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രമേ സൈക്കോളജിസ്റ്റിനെ പോയി കാണാവുള്ളൂ, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാവുള്ളൂ എന്നുള്ളൊരു തോട്ടാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് ശാരീരികാരോഗ്യം പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി മുകളിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഏരിയയാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള നമ്മുടെ ഓവറോൾ ലൈഫിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ റിലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ അകത്തെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു നമ്മുടെ കരിയറിൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ, നമുക്ക് പ്രൊഡക്റ്റീവ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇതിനെല്ലാം നമ്മുടെ മൈൻഡിലുള്ള ആ ഇമോഷണൽ എനർജി വളരെ നല്ലതായിരിക്കണം. അപ്പോൾ അതുകൊണ്ടൊരു മെൻ്റൽ ഇൽനെസ് വരുമ്പോൾ മാത്രമല്ല സൈക്കാട്രിസ്റ്റിനെ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ പോയി നമ്മൾ മീറ്റ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മളെക്കുറിച്ച് അറിയാനും നമ്മൾ ഒരു അടുത്ത തലത്തിലേക്ക് ഒരു ഗ്രോത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇടയ്ക്ക് മന്ത്ലി വൺസ് എങ്കിലും നമ്മൾ പോയി കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.